ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം വെളിപ്പാട് പുസ്തകം 4 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. ചോദ്യങ്ങൾ മനുഷ്യന്റെ പഠനത്തിൻ്റെയും വളർച്ചയുടെയും അടിസ്ഥാനമാണ്. അറിവിലേക്കും സത്യത്തിലേക്കും നമ്മെ നയിക്കുന്ന ശക്തമായ ഉപകരണമാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ സംശയത്തെ വ്യക്തമാക്കുകയും ഉറച്ച വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ രാജ്യവും അവിടുത്തെ ഭരണ നേതൃത്വവും എല്ലാം വിറയ്ക്കുന്നതായി നമുക്ക് കാണാം. ആ ചോദ്യം ഇതാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇത് ചോദിക്കുന്നത് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരായിരുന്നു. അവരെ വാനനിരീക്ഷകർ അഥവാ നക്ഷത്ര ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നു. ഇവർ ഒരു സംഘം ആൾക്കാരായിരുന്നു എന്നും അല്ല, 3 സാധനങ്ങൾ കാഴ്ചവെച്ചിരുന്നതിനാൽ 3 പേരാണെന്നും ചരിത്രം അവകാശപ്പെടുന്നു. മാത്രമല്ല, കിഴക്ക് എന്ന് പറയുന്നതിനാൽ അവർ ഇന്ത്യയിൽ നിന്നും വന്നവരായിരിക്കാമെന്നും അവകാശപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഈ പ്രഭാതത്തിൽ വിദ്വാൻമാരെക്കുറിച്ച് നമുക്ക് അല്പമായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, സത്യം അന്വേഷിക്കുന്നവരെ ദൈവം വഴി നടത്തും. മേദ്യ പാർശ്യ വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം പുരോഹിതന്മാരെ സൂചിപ്പിക്കുവാൻ വിദ്വാൻ എന്ന പദം ഉപയോഗിച്ചിരുന്നു. സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിരുന്നവരെ ഈ പേരിൽ അറിയപ്പെട്ടിരുന്നു. മാത്രമല്ല, യേശുവിൻ്റെ ജനനം അറിഞ്ഞ് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യഹൂദരായിരുന്നില്ല, മറിച്ച് അവർ വിജാതീയരായ നക്ഷത്ര ഗവേഷകരായിരിക്കാമെന്നും കരുതുന്ന പണ്ഡിതന്മാരുണ്ട്. മഹാന്മാരായ വ്യക്തികൾ ജനിക്കുമ്പോൾ ആകാശത്തിൽ പ്രത്യേക നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ടെന്നാണ് വാനശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അവർ പുതിയതായി കണ്ട ആ നക്ഷത്രത്തിൻ്റെ സത്യം അറിയുവാനായിട്ട് പുറപ്പെട്ടവരായിരുന്നു. ഈ യാത്രയിൽ അവർക്ക് പിഴവുകൾ പറ്റിയെങ്കിലും ക്രിസ്തു ആകുന്ന യഥാർത്ഥ സത്യത്തെ കണ്ടെത്തുവാൻ വിദ്വാൻമാർക്ക് സാധിക്കുന്നു. ഇവിടെ സത്യം അറിയുക മാത്രമല്ല, പ്രവാചകന്മാർ അരുളി ചെയ്തത് സത്യമായിരുന്നു എന്ന് അവർ നിവർത്തിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന്. ഇതിലൂടെ സത്യത്തെ ദൈവം നിലനിർത്തുമെന്നും സത്യം അന്വേഷിക്കുന്നവരെ ദൈവം വഴി നടത്തും എന്നുള്ള വലിയ സത്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, യഥാർത്ഥ ജ്ഞാനം ആരാധനയിലേക്ക് നയിക്കും. സത്യ അന്വേഷണവും വിനീതമായ ആരാധനയും ചേർന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തവർക്ക് അവരുടെ മാനുഷിക ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ദിശ മാറി അവർ സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് ദുഷ്ടനായ ഹെരോദ രാജാവിൽ പരിഭ്രമം ഉളവാക്കുകയും രാജാവായി ജനിച്ച ശിശുക്കളെല്ലാം വധിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ തങ്ങളുടെ തെറ്റുകൾ തിരുത്തി വീണ്ടും യാത്ര ചെയ്ത ജ്ഞാനികൾക്ക് യേശു കുഞ്ഞിനെ കാണുവാൻ അഥവാ നക്ഷത്രത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ ഒരു ആരാധന ഉണ്ടാകുന്നു. അവരുടെ അറിവും പ്രാഗൽഭ്യവും അറിവുകേടും എല്ലാം അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാത്രമല്ല, ആ ആരാധനയിൽ യാഗം അഥവാ സമർപ്പണം ഉണ്ടാകുന്നു. പൊന്ന് അവർ അവിടെ സമർപ്പിക്കുന്നു. അത് യേശു കർത്താവിൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നു. കുന്തിരിക്കം അവർ സമർപ്പിക്കുന്നു. അതിലൂടെ യേശു കർത്താവിൻ്റെ പൗരോഹിത്യത്തെ അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, മൂര് അവർ കാഴ്ചവെക്കുന്നു. അത് യേശു കർത്താവിൻ്റെ പാപപരിഹാര ബലിയെയും അതിലൂടെ സൂചിപ്പിക്കുന്നു. ഇവയാണ് വിദ്വാൻമാർ യേശു കുഞ്ഞിന് കാഴ്ചകളായിട്ട് നൽകുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു ആകുന്ന യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങളും കണ്ടെത്തി കഴിയുമ്പോൾ അത് നമ്മെ യഥാർത്ഥ ആരാധനയിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സത്യം അന്വേഷിക്കുന്നവരായി തീരുവാനും യഥാർത്ഥ ആരാധനയിലേക്ക് തിരിയുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിദ്വാൻമാരെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളെ തിരുത്തുവാനും വീണ്ടും യാത്ര ചെയ്യുവാനും അതിലൂടെ സത്യം അന്വേഷിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.